സൈലന്റ് ലേണിംഗ് കുറെ നാളായല്ലേ കണ്ടിട്ട്. അപ്പൊ സ്കൂളിൽ എല്ലാവരും റിഡോക്സ് റിയാക്ഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ റിഡോക്സ് റിയാക്ഷൻസ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഡൗട്ട് വരുന്നൊരു ടോപ്പിക്കാണ് ഓക്സിഡൈസിങ് ഏജന്റിനെ റെഡ്യൂസിങ് ഏജന്റിനെ കണ്ടെത്തുക. ആർക്കാണ് ഓക്സിഡേഷൻ, ആർക്കാണ് റിഡക്ഷൻ എന്ന് കണ്ടെത്തുക അല്ലേ. ഈ ഒരൊറ്റ വീഡിയോയില് അതൊക്കെ മിസ് ക്ലിയർ ചെയ്ത് തരാം. നമ്മൾ ആദ്യം തന്നിട്ടുള്ള ഇക്വേഷൻ ഒന്ന് എടുത്ത് നോക്കുക കേട്ടോ. അപ്പൊ ഇവിടെ സോഡിയം ക്ലോറിനും ചേർന്ന് സോഡിയം ക്ലോറൈഡ് ആയിട്ട് മാറുന്നു. അപ്പൊ ഇതിൽ ഓരോരുത്തരുടെയും അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട്. സോഡിയം അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 11 അല്ലെ. സോഡിയത്തിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതി നോക്കുക, 281. ബേസിക്കലി കെമിക്കൽ ബോണ്ടിങ്ങിൽ നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. ഒരു ആറ്റം കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റെബിലിറ്റി, സ്ഥിരതയ്ക്ക് വേണ്ടിയിട്ട്. എങ്ങനെയാണ് സ്റ്റെബിലിറ്റി കിട്ടുക? ഒക്ടറ്റ് പൂർത്തിയാക്കുമ്പോൾ, അഷ്ടകം പൂർത്തിയാക്കുമ്പോൾ അല്ലെ. അപ്പോൾ ഒന്നുകിൽ ഇലക്ട്രോണെ വിട്ടുകൊടുക്കാം, അല്ലെങ്കിൽ ഇലക്ട്രോണിനെ മേടിക്കാം. അപ്പൊ നമ്മുടെ സോഡിയം ഇവിടെ എന്താ ചെയ്യുക? സോഡിയത്തിന്റെ വാലൻസ് ഷെല്ലില് ഒരു ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ സോഡിയം എന്താ ചെയ്യുക? ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും അല്ലെ. ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ സോഡിയത്തിന് എന്ത് ചാർജാ വരിക? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പോൾ എപ്പോഴും പോസിറ്റീവ് ചാർജാ വരുന്നത് അല്ലെ. അപ്പൊ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പോൾ സോഡിയത്തിന് ഒരു പോസിറ്റീവ് ചാർജ് വരും. മക്കളെ, ഇത്തരത്തിൽ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നതിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ, ഓക്സീകരണം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഓക്സിഡേഷൻ സംഭവിച്ചത് ആർക്കാണ്? നമ്മുടെ സോഡിയത്തിനാണ്. അപ്പൊ ഇക്വേഷൻ ഫോർ ഓക്സിഡേഷൻ, ഓക്സീകരണ സമവാക്യം എന്ന് പറഞ്ഞാൽ ഏതാ? ദാ ഇത് തന്നെയാണ്. അപ്പൊ അവിടെ എഴുതി കൊടുത്തൂടെ? ഇക്വേഷൻ ഫോർ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ സോഡിയം, കളർ മാറ്റട്ടെ ഒരു മിനിറ്റ്, സോഡിയം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് Na+ ആയിട്ട് മാറുന്നു. ഇതാണ് ഇക്വേഷൻ ഫോർ ഓക്സിഡേഷൻ. ഇനി ഒരു കാര്യം കൂടെ മിസ് പറയട്ടെ, ഏത് ആറ്റത്തിലാണോ ഓക്സിഡേഷൻ സംഭവിച്ചത് അയാളെ നമ്മൾ റെഡ്യൂസിങ് ഏജന്റ് എന്ന് വിളിക്കുന്നു. ഏത് ആറ്റത്തിനാണോ ഓക്സീകരണം സംഭവിച്ചത് അയാളെ നമുക്ക് നിരോക്സീകാരി എന്ന് വിളിക്കാം. സോ സോഡിയത്തിന് ഇവിടെ ഓക്സിഡേഷൻ സംഭവിച്ചെങ്കിൽ സോഡിയമാണ് ഇവിടുത്തെ റെഡ്യൂസിങ് ഏജന്റ്. അത് ചുരുക്കിയിട്ടാണ് RA എന്ന് എഴുതി കേട്ടോ. നിരോക്സീകാരി അഥവാ റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ സോഡിയമാണ്. അത് എഴുതി കൊടുത്തൂടെ? അപ്പൊ ഇവിടുത്തെ റെഡ്യൂസിങ് ഏജന്റ് സോഡിയം. ഇനി നമുക്ക് ക്ലോറിനിലേക്ക് എത്താം. ക്ലോറിൻ എടുത്തു കഴിഞ്ഞാൽ ക്ലോറിന്റെ അറ്റോമിക് നമ്പർ നമുക്ക് ഓൾറെഡി ചോദ്യത്തിൽ തന്നിട്ടുണ്ട് അല്ലെ, 17. ക്ലോറിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എങ്ങനെയാ വരിക? 287. ക്ലോറിൻ ഇപ്പോൾ സ്റ്റേബിൾ ആണോ? അല്ല. എന്താ കാരണം? ക്ലോറിൻ ഒക്ടറ്റ് പൂർത്തിയാക്കിയിട്ടില്ല, അഷ്ടകം പൂർത്തിയാക്കിയിട്ടില്ല. വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വന്നാൽ, ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വന്നാലേ ഒക്ടറ്റ് പൂർത്തിയാകൂ, എന്നാലേ സ്റ്റേബിൾ ആകൂ. ഇപ്പൊ 7 ഇലക്ട്രോൺ ആണുള്ളത്. അപ്പൊ നമ്മുടെ ക്ലോറിൻ എന്താ ചെയ്യാ? ഒരു ഇലക്ട്രോണിനെ മേടിക്കും. ഒരു ഇലക്ട്രോണിനെ മേടിച്ചാൽ നെഗറ്റീവ് ചാർജ് വരും. ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പോൾ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രോണിനെ മേടിച്ചാൽ നെഗറ്റീവ് ചാർജ് ആണ്. മക്കളെ, ഇത്തരത്തിൽ ഇലക്ട്രോണിനെ മേടിക്കുന്നതിനെയാണ് നമ്മൾ റിഡക്ഷൻ അഥവാ നിരോക്സീകരണം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ റിഡക്ഷൻ സംഭവിച്ചത് ക്ലോറിൻ ആണ്. അപ്പൊ നിങ്ങൾ പറ, ഇക്വേഷൻ ഫോർ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? നിരോക്സീകരണ സമവാക്യം എന്ന് പറഞ്ഞാൽ ഏതാ? ഈ ഇക്വേഷൻ ആണ് എഴുതി കൊടുക്കേണ്ടത് അല്ലെ. അപ്പൊ ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ മേടിച്ച് Cl- ആയിട്ട് മാറുന്നു. ഇനി നിങ്ങൾക്ക് ഗസ് ചെയ്യാം ആരായിരിക്കും ഓക്സിഡൈസിങ് ഏജന്റ്. ഏത് ആറ്റത്തിനാണോ നിരോക്സീകരണം സംഭവിക്കുന്നത് അയാളെ നമുക്ക് ഓക്സീകാരി എന്ന് വിളിക്കാം. ഏത് ആറ്റത്തിനാണോ റിഡക്ഷൻ സംഭവിക്കുന്നത് അയാളെ നമുക്ക് ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് വിളിക്കാം. സോ ഇവിടുത്തെ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നത് ക്ലോറിൻ. അപ്പൊ എന്തെല്ലാം ശ്രദ്ധിക്കണം? ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ ഓക്സിഡേഷൻ, മേടിച്ചാൽ റിഡക്ഷൻ. വിട്ടുകൊടുത്താൽ ഓക്സീകരണം, വാങ്ങിയാൽ നിരോക്സീകരണം. ഓക്സിഡേഷൻ സംഭവിച്ച ആറ്റമാണ് റെഡ്യൂസിങ് ഏജന്റ്, റിഡക്ഷൻ സംഭവിച്ച ആറ്റമാണ് ഓക്സിഡൈസിങ് ഏജന്റ്. ക്ലിയർ ആയോ? ഓക്സീകരണം സംഭവിച്ച ആറ്റത്തെ നിരോക്സീകാരി എന്നും നിരോക്സീകരണം സംഭവിച്ച ആറ്റത്തെ ഓക്സീകാരി എന്നും വിളിക്കാം. അപ്പൊ ബേസിക് ആയിട്ട് കെമിക്കൽ ബോണ്ടിങ്ങിന്റെ കോൺസെപ്റ്റ് നിങ്ങൾ ക്ലിയർ ആക്കണം. അതിന്റെ ടോപ്പിക് നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെയുണ്ട്. കെമിക്കൽ ബോണ്ടിങ്ങിന്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ടോപ്പിക്ക് കണ്ടു നോക്കാം. പിന്നെ അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ എല്ലാവരും താഴത്തെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.